നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പിണറായി സർക്കാർ 262.06 കോടി രൂപ വകമാറ്റിയെന്ന് CAG റിപ്പോർട്ട്. വകമാറ്റിയത് ക്യാൻസർ ബാധിതരായ കുട്ടികൾ, പ്രളയം, വയനാട് ഉരുൾപൊട്ടൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ലഭിച്ച സംഭാവനകൾ തുടങ്ങിയ സർക്കാരിതര ഫണ്ടുകൾ 2024-25 സ്പെഷ്യൽ ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ കിടന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ UDF സർക്കാർ തീരുമാനത്തിന് മുമ്പേ മദ്യനിർമ്മാതാക്കൾക്ക് വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ ഫയൽ നീക്കം നടത്തിയതിന് അതിവേഗമാണെന്നതിന്റെ തെളിവുകൾ പുറത്ത്. സർക്കാർ അധികാരത്തിലെത്തി ഒരു മാസത്തിനകം സർക്കാരിനെതിരെ ഉയർന്ന ആരോപണത്തിൽ പാർട്ടിയും സതീഷിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അധികാരമേറ്റ് ഒരു മാസമാകുമ്പോഴത്തേക്കും തിരുത്തലുകൾ കൂടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നാണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ. നിയമസഭയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിയുമ്പോൾ എതിർപ്പിനെ മറികടക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. പയ്യാനയ്ക്കൽ YMRC സരോവരം റെസിഡൻസിലെ അബ്ദുൾ സലാം ഒറ്റയ്ക്ക് മെയ് 16-നാണ് വിനോദയാത്ര പോയത്. പുറപ്പെടും മുമ്പ് സ്വർണം തുണികൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം ഹരിതകർമ്മസേന വീട്ടിലെത്തിയപ്പോൾ ഭാര്യ സാബിറ സ്വർണമുണ്ടായിരുന്ന അലമാരയിലെ തുണികൾ എടുത്തു കൊടുത്തു. യാത്ര കഴിഞ്ഞെത്തിയപ്പോഴാണ് അബ്ദുൾ സലാം സ്വർണം ഒളിപ്പിച്ച കാര്യം പറഞ്ഞത്. പക്ഷേ അലമാരിയിൽ കണ്ടില്ല. തുണിക്കെട്ട് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തെന്ന് ഭാര്യ പറഞ്ഞതോടെ സ്വർണം നഷ്ടമായെന്ന് ഉറപ്പിച്ചു. എന്നാൽ ജൂൺ 20-ന് വീട്ടിലെത്തിയ ഹരിതകർമ്മസേനയോട് വീട്ടുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് തുണിക്കെട്ട് തള്ളിയ നെല്ലിക്കോട് മാലിന്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തി. സ്വർണം കണ്ടെത്തി ഉടമയ്ക്ക് കൈമാറി. കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷൻ 55-ൽ പയ്യാനക്കരയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ഇബ്രാഹിം ബാബു, അനീഷ, നുസൈബ, സെഫ്രീന, സോംലത്ത്, അനന്തു എന്നിവരാണ് സ്വർണം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ചെമ്മീൻ പാടത്തെ ഓക്സിജൻ സംവിധാനം പ്രവർത്തനരഹിതമായതോടെ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങി. പുല്ലൂറ്റ് സ്വദേശിയായ കർഷകൻ ഹുസൈൻ സംഭവിച്ച നഷ്ടം പ്രാഥമിക കണക്കുകൾ പ്രകാരം 15 ലക്ഷം രൂപയോളമാണെന്നാണ് വിലയിരുത്തൽ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം സംബന്ധിച്ച് ഗുരുതര പരാതി ഉയർന്നിരിക്കുകയാണ്. പ്രസവശേഷം ചികിത്സയിലായിരുന്ന യുവതിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച അയൺ ഗുളികയ്ക്ക് പകരം പ്രമേഹ രോഗികൾക്കുള്ള മരുന്ന് നൽകിയെന്നാണ് ആരോപണം. സംഭവത്തിൽ ആശുപത്രി അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വൈക്കം ചെമ്മാനിക്കര സ്വദേശിനിയായ KB ഷൈനിമോളാണ് പരാതിക്കാരി. മരിച്ച ADM നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന N നായർക്ക് സർക്കാർ ജോലി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സമാശ്വാസ തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിലാണ് നിയമനം നൽകാൻ ഉത്തരവിറക്കിയത്. റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. നിയമനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹറം പൊതു അവധി 26 വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ വ്യാഴാഴ്ചയായിരുന്നു അവധി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ കലണ്ടറിലും 25-നായിരുന്നു അവധി. മാസപ്പിറവി കണ്ടതനുസരിച്ച് മുഹറം 10 വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അവധിയിൽ മാറ്റം വരുത്തിയത്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് CEUT UG ഫലം പ്രഖ്യാപിച്ചു. CUET.NTA.nic.in വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ചിക്കോട്ടെ ബ്രൂവറിക്ക് 13.81 കോടി രൂപയുടെ നികുതി ഒഴിവാക്കി നൽകിയെന്ന് CAG റിപ്പോർട്ട്. നികുതി ഒഴിവാക്കി നൽകിയത് ബിവറേജസ് കോർപ്പറേഷന് മദ്യം വിറ്റാൽ വിറ്റുവരവ് നികുതി ഒഴിവാക്കുമെന്ന് ഇറക്കിയ വിജ്ഞാപനത്തിലൂടെ CAG കണ്ടെത്തിയപ്പോൾ തുക തിരിച്ചടപ്പിച്ചുവെന്നും റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലും പെരുമ്പാവൂരിലും അറസ്റ്റിലായ ബംഗ്ലാദേശി പൗരന്മാരായ അർമാൻ, മുഹമ്മദ് റാത്തോൺ ഇസ്ലാം എന്നിവരുടെ ബന്ധങ്ങൾ ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഭർത്താവിനൊപ്പം കരുനാഗപ്പള്ളിയിലെത്തിയ മുംതാസിന്റെ മകനാണ് അർമാൻ. ചാലക്കുടിയിൽ താമസമാക്കിയ ഇവർ ഓച്ചിറയിലും അവിടുന്ന് കുലശേഖരപുരം പഞ്ചായത്തിലെ കൊച്ചാലുംമൂട്ടിലും താമസിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് മുംതാസിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. 2 കുട്ടികളെ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ചോദ്യം ചെയ്യലിൽ മൂത്ത മകൻ പുത്തൻ തെരുവിലെ മദ്രസയിൽ ഖുറാൻ പഠിക്കുന്ന വിവരം വെളിപ്പെടുത്തി. തുടർന്ന് മുഷീർ ഖാൻ എന്ന അർമാനെ ATS അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭാര്യയും ഭർത്താവും 3 കുട്ടികളും ഉൾപ്പെടെ 5 പേരാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ എത്തിയത്. ഇവർ വ്യക്തമാക്കി. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മുംതാസിന്റെ ഭർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ ബംഗ്ലാദേശിലേക്ക് കടന്നതായാണ് നിഗമനം. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച വിതരണം തുടങ്ങും. 51.70 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി
രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിൽ ഉൾപ്പെട്ട 8.46 ലക്ഷം പേർക്കായി 24.76 കോടി രൂപയും അനുവദിച്ചു. ക്ഷേമനിധി ബോർഡുകളിലെ 65,952 പേർക്ക് ജൂണിലെ പെൻഷൻ നൽകാൻ 128 കോടി രൂപയും അനുവദിച്ചു. പെൻഷൻ വിതരണം ജൂലൈ 3 പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. നീലേശ്വരം ആനന്ദഭവനിൽ ആവണി എന്നും അച്ഛനൊപ്പമാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നത്. പുനലൂർ KSRTC ഡിപ്പോയിൽ മെക്കാനിക്കായ അജയൻ ജോലിസ്ഥലത്തേക്കും ഇരുമ്പനങ്ങാട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ ആവണി കൊട്ടാരക്കരയിലെ ട്യൂഷൻ സെന്ററിലേക്കും എന്നും രാവിലെ ഒരേ ബസ്സിലാണ് പോകുന്നത്. എന്നാൽ ഇന്നലെ സ്റ്റോപ്പിലെത്തിയപ്പോൾ ആവണി കൂട്ടുകാർക്കൊപ്പം കൂടി അച്ഛൻ ഇത്തിരി മുന്നിലേക്ക് പുരുഷന്മാർ നിൽക്കുന്ന ഭാഗത്തേക്ക് മാറി നിന്നു. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ആവണിക്കും കൂടെ നിന്നവർക്കും ഓടി മാറാൻ ഇടം കിട്ടി. പക്ഷേ കടയുടെ മൂലയും സമീപത്തെ മതിലും തകർത്തു മറിഞ്ഞ ലോറിക്കടിയിലായിരുന്നു അജയൻ ആചാരിയും മരിച്ച മറ്റു 2 പേരും. മണ്ണുമാന്തി യന്ത്രം എത്തിയാണ് മൂവരെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. KSRTC കൊട്ടാരക്കര ഡിപ്പോയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇന്നലെ വൈകിട്ട് അജയൻ ആചാരിയുടെ സംസ്കാരം നടത്തി. ഇതിന്റെ ആഘാതത്തിലാണ് ആവണി ഇപ്പോഴും. ഇതേ അപകടത്തിൽ ഒരു കുട്ടിയുടെ കാൽവിരൽ മണ്ണിനടിയിൽ കണ്ടതുകൊണ്ട് കൈകൊണ്ട് മണ്ണ് നീക്കിയ സനൽകുമാർ രക്ഷിച്ചത് സ്വന്തം മകൻ നവനീതിനെയും മറ്റൊരു കുട്ടിയെയും. 17 വർഷം പഴക്കമുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി നടത്തിയിരുന്നില്ല. മാത്രമല്ല ഈ വാഹനം പതിവായി നിയമം ലംഘിച്ചിരുന്നതായും വിവരമുണ്ട്. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് RTO AK ദിലു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് തഴക്കം വന്നിട്ടില്ലാത്തയാളാണ് ഈ ഡ്രൈവർ. കുറെ കാലമായി ഗൾഫിലായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പരിചയമില്ലാത്ത വാഹനം ഓടിച്ചതിന്റെ ഫലമായാണ് ഈ അപകടം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പത്മഭൂഷൺ ബഹുമതി മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി ഏറ്റുവാങ്ങി. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ബഹുമതി സമ്മാനിച്ചത്. ചടങ്ങിന് ശേഷം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. കുടുംബസമേതമുള്ള ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ 11 വർഷം മുമ്പ് അവസാനമായി മൃതദേഹം അടക്കിയ 38ാം നമ്പർ പൊതുകല്ലറ തുറന്നപ്പോൾ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹമെന്ന് കരുതിയ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ന് കല്ലറ തുറന്ന് പരിശോധിക്കും. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി കല്ലറ തുറക്കാൻ തലശ്ശേരി RDO കോടതി പോലീസിന് അനുമതി നൽകി. തീവണ്ടി യാത്രയ്ക്കിടെ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയയാളെ പോലീസ് പിടികൂടി. അങ്ങാടിപ്പുറം അട്ടേരി പരിയാപുരം പുതുക്കുടി മുഹമ്മദ് സഹറിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച രാവിലെ 9ഓടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൽ ചെറുതുരുത്തിക്കും ഷൊർണൂറിനും ഇടയിലായിരുന്നു സംഭവമെന്നാണ് പരാതി. യുവതി പ്രതികരിച്ചതോടെ ഷൊർണൂരെത്തിയപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി മറ്റൊരു കമ്പാർട്ട്മെന്റിൽ കയറി. ഇതിനിടെ യുവതി ഇയാളുടെ ഫോട്ടോ എടുത്തിരുന്നു. പിന്നീട് ഇമെയിൽ വഴി പരാതി നൽകിയതിനെ തുടർന്നാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളും അസോസിയേഷനുകളും വിദേശ പണം കൈപ്പറ്റുന്നതിലും ഉപയോഗിക്കുന്നതിലും കൃത്യമായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2011 FCRA ചട്ടങ്ങളിൽ ഈ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപന പ്രകാരം വിദേശ ധനസഹായം സ്വീകരിക്കുന്ന NGOകൾ സർക്കാർ നൽകിയിട്ടുള്ള നിശ്ചിത പട്ടികയിൽ നിന്ന് തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം തിരഞ്ഞെടുക്കണം. ഒപ്പം തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. പുതിയ ചട്ടങ്ങൾ പ്രകാരം വിവിധ മതപരമായ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ടെങ്കിലും വിദേശ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ലോഹ്ഗഡ് കോട്ടയിൽ നടന്നത് ദാരുണമായ ട്രെക്കിംഗ് അപകടമാണെന്ന് ആദ്യം കരുതിയത് ഇപ്പോൾ ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ജൂൺ 18 ലോഹ്ഗഡ് കോട്ടയിലേക്കുള്ള ട്രെക്കിങ്ങിനിടെ കേതൻ അഗർവാളിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതായി ആരോപിച്ച് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കേതൻ അഗർവാളിന്റെ പ്രതിശ്രുത വധു 26-കാരിയായ സിയ ഗോയലിനെയും കാമുകൻ എന്ന് പറയപ്പെടുന്ന ചേതൻ ചൌധരിയെയും പുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേതൻ അഗർവാളിന്റെ മരണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് ബാലിയിലേക്കുള്ള വിവാഹത്തിനു മുമ്പുള്ള യാത്ര റദ്ദാക്കാൻ നിർബന്ധിതനായി. പാസ്പോർട്ട് കാണാതായതിനെ ഈ കൊലപാതക ഗൂഢാലോചനയുടെ നിർണായക ഭാഗമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണക്കാക്കുന്നത്. 2020 ഗാൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടലുകളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം സാധാരണ നിലയിലാകാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തിയിരുന്നു.
ആർക്കു മുന്നിലും ഇന്ത്യ സ്വന്തം അഭിമാനം വിട്ടു നൽകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഡോവൽ ഈ ചർച്ചയ്ക്കിടെ ചൈനയ്ക്ക് നൽകിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ബന്ധം വേണം, എന്നാൽ അതിനൊപ്പം തന്നെ പ്രധാനമാണ് പരസ്പര ബഹുമാനമെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി. ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയെ മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. രാജ്യം കൂടുതൽ സൈനിക സ്വാശ്രയത്വം നേടുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം സ്വന്തം ആയുധ നിർമ്മാണ ശേഷി വികസിപ്പിക്കുകയും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാനും അനുബന്ധ ഗ്രൂപ്പുകളുമായി ഇസ്രായേൽ തുടർച്ചയായ സംഘർഷം നേരിടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ക്വറ്റയിലെ തീവ്രവാദ വിരുദ്ധ കോടതി തിങ്കളാഴ്ച പ്രമുഖ ബലൂച്ച് ആക്ടിവിസ്റ്റ് മഹ്റംഗ് ബലൂച്ചിനും അവരുടെ 2 കൂട്ടാളികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകയായ മഹ്റംഗ് ബലൂച്ച് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നിർബന്ധിത തിരോധാനങ്ങളെക്കുറിച്ച് വർഷങ്ങളായി ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ബലൂച്ച് ജനതയോടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ പക്ഷപാതപരമായ നയങ്ങളുടെ രൂക്ഷ വിമർശക കൂടിയായിരുന്നു അവർ. വിധിക്കെതിരെ രാഷ്ട്രീയക്കാരിൽ നിന്നും അവകാശ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വന്നു. അവരിൽ പലരും കോടതി തീരുമാനത്തെ വിമർശിച്ചു. ഫ്രാൻസിലെ വാർഷിക ഫെയ്റ്റ് ഡി ലാ മ്യൂസിക് ആഘോഷങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കുഴപ്പത്തിലായി. 2 സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായതായും നിരവധി പേർ സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതു ഉത്സവങ്ങളിൽ ഒന്ന് വ്യാപകമായ അക്രമം, കൂട്ട അറസ്റ്റുകൾ എന്നിവയും ഉണ്ടായി. ബലാത്സംഗ ആരോപണങ്ങൾ ഉൾപ്പെടെ ലൈംഗികാതിക്രമ പരാതികൾ ലഭിച്ചതായി പോലീസും മാധ്യമങ്ങളും പ്രത്യേകം റിപ്പോർട്ട് ചെയ്തു. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത വ്യക്തികളും ഇരകളായിട്ടുണ്ടെന്നാണ്. എന്നാൽ അധികാരികൾ എല്ലാ വിവരങ്ങളും പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള സമാധാന കരാറിനെ കുറിച്ച് ചർച്ചകൾ തുടരുമ്പോഴും ഇറാനെതിരായ കൂടുതൽ അമേരിക്കൻ സൈനിക നടപടി തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കാൻ റിപ്പബ്ലിക്കൻ ആധിപത്യമുള്ള US സെനറ്റ് വോട്ട് ചെയ്തു. ചൊവ്വാഴ്ച നടന്ന 50-48 വോട്ടുകൾക്ക് വോട്ടിനിട്ടാണ് സെനറ്റ് പ്രമേയം പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ കൂടുതൽ സംഘർഷം രൂക്ഷമാക്കുന്നതിന് US സൈനിക ശക്തി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം സെനറ്റ് പാസാക്കി. ഈ മാസം ആദ്യം പ്രതിനിധി സഭയിൽ ഈ നടപടി പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.